എന്താ മേബി ചെലപ്പോ നമുക്ക് പെൺകുട്ടി ആയാലേ ഇല്ലാണ്ട് എടുത്തതാണ്. ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ഫുൾ ക്യാപ്പ് ഉണ്ട്. മഞ്ഞ എനിക്കാട്ടോ അജയിന്റെ ബ്രഷ് അത് എനിക്കാണ്. വിലയുള്ള ഇഷ്ടല്ല. അതിന് ബലല്ലേ, വിലയുള്ളൂ ബലല്ലേ. അപ്പൊ ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് എന്താ അറിയോ? നിങ്ങൾക്ക് അറിയൂല. എന്തുകൊണ്ട് നിങ്ങൾക്ക് അറിയാത്ത? കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാല്ലേ ഇത് ആയിട്ടില്ല, ബുദ്ധില്ല. അപ്പൊ ഇന്നത്തെ നമ്മളെ വ്ലോഗ് എന്ന് പറയണത് ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ്. എന്ത് 2-3-4 ദിവസം അല്ലേ? കുട്ടി വന്നാൽ നമ്മൾ എന്ത് കളിക്കും? ഡാൻസ് കളിക്കൂലേ? എങ്ങനെ ആ ഡാൻസ് കാണിച്ചു കൊടുത്താ? വന്നല്ലോ ടീഷ അലിഷ്ബ വന്നല്ലോ ടീഷ അലിഷ്ബ വന്നല്ലോ ടീഷ അലിഷ്ബ അല്ലേ? അപ്പൊ അങ്ങനെയാണ് ഞങ്ങളെ പ്ലാൻ ഉണ്ട് ഗൈസ്. ഏത് നിമിഷവും പ്രസവത്തെ കാത്തിരിക്കുന്ന കുഞ്ഞോളാണ് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഏത് നിമിഷവും ടീഷയെ കാത്തിരിക്കുന്നത് ഷിഫ്റ്റ് മോനിക്കൽ. ബ്രാൻ കുപ്പായം ഇടും, ഉമ്മമാനെ കുപ്പായിട്ടാൻ പറയും, മോനെ കുപ്പായം ഇട്ട് കൊടുത്താൽ. അപ്പൊ അവിടെ കുഞ്ഞോള് എല്ലാം ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്താണ് അവസ്ഥ എന്ന് പോയോട്ടെ. പോപ്പിന്റെ ഉള്ളിൽ പോച്ചാണ്ടടി ബാഗ് പാക്ക് ചെയ്ത്. എന്തൊക്കെയാണ് ഇന്നത്തെ ബാഗ് പാക്ക് ചെയ്യുന്നത്? ഉമ്മമാനോട് പോയി കുപ്പായ തരാൻ പറയും. ഓ കുപ്പായ ഇടാതെ ഇമ്മച്ചല്ല, കുപ്പായ ഇടാതെ കണ്ടാലേ ചാനലത്തെ യൂട്യൂബിന്റെ മുതലാളിന്റെ കണ്ടുകണി കൊരങ്ങന കടിച്ചോളം തന്നെ. അപ്പൊ ഗൈസ് ഇന്ന് നമ്മള് ബാഗ് പാക്കിങ്ങിനെ കുറിച്ച് കാണിക്കാൻ പോവാണ്. അപ്പൊ എന്തൊക്കെയാണ് കുഞ്ഞോളെ നമ്മളെ ഗർഭാവസ്ഥയിൽ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ എന്തൊക്കെയാണ് നമ്മള് കുപ്പായത്തുണ്ട് കൊണ്ടുപോവാണ്. ഇത് നമ്മളെ ബേബിന്റെ സംഭവങ്ങൾ വെച്ച പെട്ടി കേട്ടോ. അത് ബേബി പെട്ടിയാ. അതിൽ ഇന്റെ ഒരു മാക്സി വെച്ചിരിക്കുന്നു. മാക്സിയും ഷാളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ഇങ്ങനെ ലേബർ റൂമിൽ ഡെലിവറി ഒക്കെ ആയിട്ടുണ്ട്. എന്തൊക്കെയാണ് കുഞ്ഞോളെ അപ്പൊ നമ്മളെ പുതിയ കുട്ടിക്ക് വേണ്ടി പെട്ടിയിൽ ഫസ്റ്റ് ജിബ്ര കുപ്പായിട്ട് വന്ന് കേട്ടോ ഗൈസ്. എന്തൊക്കെ മാക്സി, അതായത് നമ്മള് ഡെലിവറി കഴിഞ്ഞാ പിന്നെ ലേബർ റൂമിലേക്ക് നമ്മളൊരു മാക്സിയും ഷാളും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പുറത്തേക്ക് ഇറക്കണം. അപ്പൊ ഞാൻ ബേബിന്റെ പെട്ടി തന്നെ അത് വെച്ചിട്ട് ഇതാണല്ലോ ഇപ്പൊ ലേബർ റൂമിലേക്ക് കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ ഫ്രണ്ടിൽ തന്നെ അത്. പിന്നെ കുട്ടിനെ വാങ്ങാനൊരു നല്ല ഒരു സോഫ്റ്റ് ടർക്കി കേട്ടോ. മസ്ലിൻ ക്ലോത്ത് അതിന് റാപ്പ് ചെയ്യണ സംഭവമൊക്കെ ഉണ്ട്. കുട്ടീനെ അങ്ങനെ ഒരു സീലിംഗ് ടവല് ഞാൻ വീഡിയോ ഒക്കെ കണ്ടു. പിന്നെ കുറച്ച് ബേബി ഡ്രസ്, ഇത് ഒരു 5 സെറ്റ് ഉണ്ട്. ഇത് കുപ്പായം മാത്രം, നമ്മള് ബട്ടണുള്ള ടൈപ്പാട്ടോ വാങ്ങി കാണിച്ചു തരുന്ന. കണ്ടോ ഇങ്ങനെ ബട്ടൺ കെട്ടായാല് പെട്ടെന്ന് ഒരു വള്ളി പോന്നാ പോരും. ഇതാവുമ്പോ നല്ല ഉറപ്പുള്ളതല്ലേ. അപ്പൊ ഇങ്ങനത്തെ ഒരു 5 സെറ്റ് വാങ്ങിയിരിക്കണം. കുട്ടിന്റെ ഡ്രസ്. പിന്നെ അതിലെന്നെ അങ്ങനത്തെ തന്നെ ഫുൾ സ്ലീവ് ഉള്ളതുണ്ട്, ഹാഫ് കൈ ഉള്ളതുണ്ട്, പാന്റ് അടക്കം വരുന്നത്. നമുക്ക് സെറ്റ് ആയി ഇട്ടെടുക്കാൻ പാന്റും ട്രൗസറും ഒക്കെ വരുന്നത്. പിന്നെ മേബി ചെലപ്പോ നമുക്ക് പെൺകുട്ടി ആയാലേ ഇല്ലാണ്ട് എടുത്തതാണ്. ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ഫുൾ ക്യാപ്പ് ഉണ്ടല്ലോ കുട്ടിക്ക് ഇങ്ങനെ മൊത്തം. ചൂടാകാനൊന്നും ഇതായിട്ടില്ല, പ്രായം അതൊന്ന് കണ്ടപ്പോ ഇങ്ങനെ നല്ല രസല്ലേ. ഇത് പിന്നെ മറ്റേ എന്താ ബാബാ സൂട്ട് ഉണ്ടല്ലോ കുട്ടികളെ ഫുള്ള് കവർ ചെയ്യുന്ന ഡ്രസ്സ്, മൊത്തം ഫുൾ ബട്ടൺ ആയിക്കണ്ട അങ്ങനത്തെ ഒരു 4 കൂട്ട് ഡ്രസ്സ് വാങ്ങിയിട്ട്. അപ്പൊ അതും ഹോസ്പിറ്റലിൽ നമ്മൾ ഇനി ഡിസ്ചാർജ് ആകുമ്പോഴൊക്കെ വരുമ്പോഴൊക്കെ ഇത് ഇട്ടുകൊടുത്താൽ മതി. അപ്പോൾ ഗൈസ് ബാഗ് പാക്കിംഗ് പോണതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു സംഭവം കാണിച്ചു തന്നിരുന്നത്. അതിൻ്റെ അടിയിലാണ് ഇപ്പോൾ ഇബ്രാഹിമിൻ്റെ ട്യൂഷൻ കേട്ടോ. അപ്പോൾ ഇബ്രാഹിം ഇപ്പോൾ അടുത്തൊരു ട്യൂഷനിൽ ചേർന്നിട്ടുണ്ട്. ബാൻസു എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാത്സ് ട്യൂഷൻ ആട്ടോ. 4, 3, 5, which one? It is class 4, 5, 6, which one?
അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിലുള്ള ഒരു ഓൺലൈൻ ട്യൂഷനാണ്. അപ്പോൾ കുട്ടിക്ക് വീക്കായിട്ടുള്ള പോയിന്റുകളൊക്കെ കണ്ടെത്തി അവരെ പഠിപ്പിച്ച് നല്ല മിടുക്കന്മാരാക്കി എടുക്കുന്ന ഒരു സംഭവമാണ് ഈ ബാൻസോ എന്ന് പറയുന്നത്. Wonderful. But you're in which grade? Which class? ഈ ജോലിക്ക് പോകുന്ന ഫാമിലിക്കൊക്കെ ഏറ്റവും അവരുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് കേട്ടോ ബാൻസോ ട്യൂഷൻ. ഇതിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് നമ്മുടെ 50 തവണ ഗണിതശാസ്ത്രത്തിൻ്റെ ലോക റെക്കോർഡ് അവാർഡ് വാങ്ങിയിട്ടുള്ള നമ്മുടെ നീലകണ്ഠ ഭാനുവാണ് കേട്ടോ. ശകുന്തളാദേവിയുടെ റെക്കോർഡ് വരെ തകർത്ത ആളാണ് നമ്മുടെ നീലകണ്ഠ ഭാനു. അപ്പോൾ അവരുടെ ടെക്നിക്കുകളൊക്കെ നമ്മളെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കും അവർ ഈ കോഴ്സിലൂടെ. 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് കേട്ടോ ഈ കോഴ്സ് കൊടുക്കുന്നത്. അതേപോലെ UAE, കാനഡ, USA ഒക്കെ പോലുള്ള പുറത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അവരുടെ കുട്ടികളെ പഠിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗം ബാൻസോ ആണ്. No, not yet. It's okay. No worries. അപ്പോൾ ഇബ്രു കണ്ടില്ല നിങ്ങൾ ക്ലാസ്സിലിരിക്കുന്നത് എത്ര ഹാപ്പി ആയിട്ടാണെന്നുള്ളത്. അപ്പോൾ നിങ്ങളെ കുട്ടികൾക്കും ഇങ്ങനത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക. അതുവഴി രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 30% കിഴിവും പോരാത്തതിന് ആദ്യ ഒരു ഡെമോ ക്ലാസ് നിങ്ങൾക്ക് നിങ്ങളെ കുട്ടിക്ക് ഫ്രീ ആയിട്ടും അവർ കൊടുക്കും കേട്ടോ. ആദ്യം ബുക്ക് ചെയ്യുന്ന 150 പേർക്കായിരിക്കും കേട്ടോ ഈ ഒരു അവസരം കിട്ടുക. അപ്പോൾ മറക്കണ്ട, വേഗം പോയിട്ട് രജിസ്റ്റർ ചെയ്തോളൂ. പിന്നെ ആൺകുട്ടിയാക്കും പെൺകുട്ടിയാക്കൊക്കെ പോകുമല്ലോ അങ്ങനത്തെ. പിന്നെ കുട്ടീൻ്റെ ബേബി പ്രൊഡക്റ്റ്, ഒരു പൗഡർ, ലോഷന്, ഇതൊരു ക്രീം ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാൻ നമ്മൾ സബാമെഡിന് വാങ്ങിക്കും. ഇത് പിന്നെ ചീർപ്പ് കുട്ടിക്ക് ഉപയോഗിക്കാനുള്ള സോഫ്റ്റ് ആയിട്ടുള്ള. ഇത് ഒരു എന്താ പാലൊക്കെ കുടിച്ചു കഴിഞ്ഞാലൊക്കെ ഫീഡ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ ഒരു ചെറിയ ഇതൊക്കെ ഫേസിലൊക്കെ ഉണ്ടാവുമല്ലോ, ഫേസ് ടവലാണ്. എന്നിട്ട് നമ്മൾ 2 സെറ്റ് വാങ്ങിയിരിക്കണം. ഒന്നാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, 6 ഉണ്ടാകും അങ്ങനത്തെ ഒന്ന്. പിന്നെതാ വൈപ്സ്, വെറ്റിൻ്റെ വൈപ്സ്. ഇതിൽ എത്ര ഉള്ളത്? ഇതിന് എന്താ പറയാ, സോക്സ്. ബൂട്ടീസാണ് കയ്യിലും കാലിലും ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. കയ്യിലൂടെ കാലിലും ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇത് സോക്സ്, ഷൂവിൻ്റെ ഉള്ളിലിടാനോ ഇട്ടെടുക്കാൻ കുട്ടിക്ക്. എങ്ങനെ തുറക്കുക? സോക്സ് ഉണ്ട് ഇതില്. ക്യാപ്പില്ലേ, ക്യാപ്പ്, കുഞ്ഞു ക്യാപ്പ് അങ്ങനത്തെ മനസ്സിലാക്കി വെച്ചിരിക്കണം. ഇതേമാതിരി ഇങ്ങനത്തെ 2 സെറ്റ് സോക്സ്. പിന്നെ ഡ്രൈ ഷീറ്റ്, മൂത്രമൊഴിച്ചാലൊക്കെ ബെഡിലാവാതിരിക്കാനുള്ള ഡ്രൈ. 1 എടുത്തിട്ടുള്ളൂ. ഇനി പിന്നെ നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് 2 എടുക്കാതെ എഴുതി. 1 ഹോസ്പിറ്റലിലേക്ക് 1 എടുത്തിട്ടുള്ളൂ. ഉണ്ട്. പിന്നെ ഇത് ബാത്തിങ് ടവല്, കുട്ടിന്റെ തുടക്കാനൊക്കെ ഉള്ള, കുളിപ്പിക്കുമ്പോ യൂസ് ചെയ്യണം. ഹോസ്പിറ്റലിൽ നിന്ന് കുളിപ്പിക്കാനൊന്നും വരൂല, എന്നാലും ഒരു കരുതല് ധൈര്യത്തിന്. ഇത് സംസം വെള്ളം, അതാണ് മെയിൻ ആയിട്ട് വേണ്ടത്. കൊടുക്കാനുള്ളത് കുട്ടിക്ക് ഫസ്റ്റ് കൊടുക്കതല്ലേ സംസം വെള്ളം. സംസം വെള്ളം കൊടുക്കും. നിങ്ങള് കുട്ടീനെ ലേബർ റൂമിൽ തന്നാ കൊടുക്കുമല്ലോ. പിന്നെ ഇത് മറ്റേ പൗഡറിന്റെ ഇട്ടെടുക്കണതില്ലേ, അതൊന്നും നമ്മൾ ഇപ്പോഴൊന്നും യൂസ് ചെയ്യൂല, എന്നാലും ഞാൻ എടുക്കണം. അത് ഇത്രയാണ് നമ്മള് കുട്ടിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഉണ്ട് എന്താ ഈ തുണി ഉണ്ടല്ലോ, വെള്ള തുണി. അത് പിന്നെ എൻ്റെ ആ ബാഗിലാണ്, എൻ്റെ ഡ്രസ്സുകൾ വെച്ച ബാഗിലാണ്. പിന്നെ നമ്മൾ ഇത് കൊണ്ടുപോകുന്നുണ്ട്, ഒരു ഈ ബെഡ് കുട്ടീനെ കിടത്താനും ഇതിനൊക്കെ നമുക്ക് സേഫ് ആയിങ്ങാണ്ട് കുട്ടീനെ ഹാൻഡിൽ ചെയ്യാലോ. ഇതും പിന്നെ ഈ ഫീഡിങ് പില്ലോ ഇതില്ലേ, ഇത് 2 ഉപകാരം ഉണ്ടെന്ന് എങ്ങനെയാണ് ഞാനൊരാൾ വീഡിയോ കണ്ടപ്പോഴേക്ക് മനസ്സിലായത്. ഫീഡിങ് പില്ലോ നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ ഡെലിവറി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പെയിൻ അല്ലേ കാര്യം ഇരിക്കുമ്പോഴൊക്കെ. അപ്പൊ അതിന് ഉപയോഗിക്കാം. പിന്നെ ഇനിയിപ്പോ നമുക്ക് ഒപ്പം നിൽക്കുന്ന ആൾക്കാർക്ക് തലക്കണില്ലെങ്കിൽ തലക്കും വെച്ച് ഉപയോഗിക്കാം. ഞാൻ ആരോ ഒരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടിനി, അപ്പൊ അതിനും പറ്റും ഇത്. ഞാൻ ഇതിനടുത്തത് ഫീഡിങ് പില്ല. ഞാനൊക്കെ ബലീനൊക്കെ നമ്മൾ ഇതാണ് വെച്ചിരുന്നത്. ഇതിന്റെ ഡിസൈൻ, ഈ ചുമല ഡിസൈൻ ഒക്കെ ഏകദേശം ഒരേപോലെ തോന്നുന്നുണ്ട് എനിക്ക്. ഇത് രണ്ടുല്ലേ ചെറുതായിട്ട്. അപ്പൊ അതൊക്കെയാണ് ബേബി പാക്കിങ്ങിലുള്ളത്. പിന്നെ തൊട്ടിയൊക്കെ ഉണ്ടേ ഹോസ്പിറ്റലിക്കോ? ഹോസ്പിറ്റലിക്ക് തന്നെ മതി. നമുക്ക് ഇതിൽ എന്തൊക്കെ ഉപകാരപ്പെട്ടു പറഞ്ഞാണ്ട് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടൊരു വീഡിയോ കൊണ്ടുപോയില്ലേ, വീഡിയോ ചെയ്യാല്ലേ.
ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇന്റെ കാണുന്നത് ട്രോളിങ് പിന്നെ ആരെങ്കിലല്ലോ ഞാനൊന്നും വേണ്ടേ ചൈച്ചങ്ങനെ ഇനി ബാഗ് പാക്ക് ചെയ്യണം എന്ത് ഒക്കെ ഇതായില്ലേ പുറത്തേക്ക് അലങ്കോലായില്ലേ ഇതില് നിങ്ങളെ ഡ്രസ്സ് വെക്കാണ്ട് എനിക്ക് പിന്നെ ഡ്രസ്സില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങള് ഡ്രസ്സ് ഇടൂല ഞാൻ അയച്ചിട്ടാൽ ഇത് നമ്മളൊരു ബെഡ്ഷീറ്റ് ഞാനൊന്ന് എടുത്തതാണ് കയ്യിൽ വെച്ചതാണ് ആവശ്യം വരുമോന്ന് അറിയില്ല കുട്ടികളൊക്കെ ഉള്ളതല്ലോ അപ്പൊ അബ്രു ഒക്കെ അല്ലേ ഇത് ഒരു ടർക്കി ഇത് പിന്നെ അത്യാവശ്യമല്ല അപ്പൊ ഞാൻ ഈ ബാഗിൽ തന്നെ വെച്ചതാണ് പിന്നെ ഈ ബാഗില് എന്താ ഇതില് കുട്ടിന്റെ ബാഗിലെ തുണികളൊക്കെ അല്ലേ കോറത്തുണി പോലുള്ള തുണികളൊക്കെ അതില് കുറച്ച് നമ്മള് മുറിച്ചുങ്ങാണ്ട് വെച്ചിക്കണ് കുറച്ച് മുറിച്ചാദ്യം വെച്ചിക്കണം ഒക്കെ ആവശ്യം വരൂലല്ലോ അപ്പൊ അതാണ് ഇതില് ഒക്കെ തിരുമ്പി കണ്ടത്തുണികള് കഷ്ണത്തുണി കണ്ടത്തുണി പിന്നെ പീസ് കട്ടിങ് ഇത് ഇബലെ ഡ്രസ്സുകള് ബാഗ് പാക്ക് ചെയ്ത് 5-8 കൂട്ടം ഡ്രസ് ഇതൊക്കെ പുതിയത് ഇടാനുള്ള ഡ്രസ്സ് ഏത് ഇനിയിപ്പോ കുട്ടീനൊക്കെ കിട്ടിയിട്ട് പുതിയൊരു കുട്ടി ഡ്രസ്സ് ഇട്ട് കൊടുക്കാതെയാണ്ട് പിന്നെ അവിടെ നിൽക്കുമ്പോ ഇടാനുള്ള സംഭവങ്ങൾ ഇനി ഇതിൽ നിങ്ങളെ കുറച്ച് സാധനം കൂടി വെക്കാണ്ട് പിന്നെ പാത്രങ്ങളൊക്കെ അവിടെ സെറ്റാക്കി വെച്ചേക്കണം കേട്ടോ പാത്രം സോപ്പ് അങ്ങനത്തതൊക്കെ സോപ്പൊക്കെ ഞാൻ എവിടെ വെച്ചേ അതാ കേസിലാണ് സോപ്പ് അതൊക്കെ അവിടെയാണ് നിന്റെ സാധനങ്ങൾ ആദ്യം അവിടെ നീച്ചെന്നാ ഞാനിതൊന്ന് സെറ്റാക്കട്ടെ കേട്ടോ തടിയാണെങ്കിൽ എനിക്ക് മടിയാ അങ്ങനെ അങ്ങോട്ട് കൊണ്ട് തിന്ന് നടക്കാന്നുള്ളതല്ലാതെ ഒരു ഉപകാരം എന്നെ കൊണ്ടില്ല എന്ന് പറയുന്ന പുതിയ പിള്ളേരുണ്ടാവും പക്ഷെ ഞാൻ അങ്ങനത്തെ ആളായില്ല കൊല്ലൂല നിങ്ങളെ അങ്ങനെ പറഞ്ഞല്ലേ ചെറിയ പരിപാടി തന്നെയല്ലേ കേസ് മിനിമം കൊല്ലാണ് ഇപ്പൊക്ക് എന്ത് കട്ടർ എടുത്തുക്കണോ കട്ടറല്ലെങ്കിലും എവിടെ കുട്ടിന്റെ കറിയിലൊക്കെ വാങ്ങിയില്ല ബെല്ലിന്റെ ഒരു പാഡ് ഇത് നമ്മളെ സാനിറ്ററി പാഡ് പിന്നെ ഒരു 4 മാക്സിയും 2 പലാസോ സ്ലിം ചുരിദാറ് കാരണം ഞാൻ ചെറുതാണ് പ്രസവം കഴിഞ്ഞാൽ ഇപ്പൊ ഒരു തള്ള വൈബാണെങ്കിലും പ്രസവം കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞോളാണ് ചെറിയൊരു പെണ്ണയാണ്ട് എനിക്ക് യൂസ് ചെയ്യാന് ലൈക്കൊന്നും വേണ്ട അപ്പൊ ലേക്കലുണ്ടോ സോപ്പ് ബ്രഷ് ഒരു ബ്രഷും കൂടി ഉണ്ടല്ലോ 2 ബ്രഷ് ഉണ്ട് ബ്രഷ് പിന്നെ കുട്ടികളെ ഒന്ന് എനിക്കല്ലേ ഒന്ന് നിങ്ങൾ തേക്കാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അല്ലെങ്കിൽ ഡോക്ടർ മഞ്ഞ എനിക്കാട്ടോ അജയിന്റെ ബ്രഷ് അത് എനിക്കാണ് മറ്റേല്ല വിലയുള്ള ഇഷ്ടല്ല പച്ച ബ്രഷിന്റെ അങ്ങനത്തെ ബ്രഷ് അതിന് വിലല്ലേ വിലയുള്ളൂ വിലല്ലേ പിന്നെ ചെറിയൊരു കുപ്പി എണ്ണ വാങ്ങിക്കണട്ടോ പാരച്ചൂട്ടിന്റെ എനിക്ക് വിളിച്ചാന് അത് പിന്നെ പലാസ പാൻറ് ഷാള് 2 തോർത്ത് കൊണ്ട് എനിക്ക് ഇങ്ങനെ 2 ഇത് വാങ്ങിക്കണം കയ്യിന് ഇങ്ങനെ ഇടൂലേ ഞാൻ വാങ്ങിയ മാക്സി ഒക്കെ മറ്റേ മാക്സിയാണ് എങ്ങനെ ഇത്ര കയ്യുള്ള മാക്സി ഉണ്ടല്ലോ ഈ അത് ഇടാൻ ഭയങ്കര സുഖാണ് അങ്ങനത്തെ മാക്സിയാണ് ഷെയ്പ്പാക്കൊന്നും വേണ്ടല്ലോ കമന്റിൽ ഓരോരുത്തർ ഇങ്ങനെ പറയും കുഞ്ഞോളുടെ കയ്യിന്റെ ഇറക്കമൊക്കെ കുറഞ്ഞല്ലോ പറയും അപ്പൊ അതിന് വാങ്ങിയതാണ് ഇത് വീഡിയോ പക്ഷെ ഇത് ഇട്ടാലും ഞാൻ കറുപ്പ് വാങ്ങാനാ കപ്പനോട് പറഞ്ഞത് കറുപ്പില്ല അറിയാണ്ട് ഇത് നമ്മളെ സെയിം കയ്യിന്റെ കളർ തന്നെയാണ് ഇത് ഏകദേശം വലിയ എന്നാലും ആൾക്കാർക്ക് മനസ്സിലാവും അത് കയ്യല്ലാന്നൊക്കെ അപ്പൊ അങ്ങനെ പിന്നെ എന്റെ ചീട്ട് ആർക്കും കാണിച്ചു കൊടുക്കണമെന്നില്ലേ ഇത് കൊണ്ടോണേ പിന്നെ ഇതില് വെക്കാനുള്ള സാധനങ്ങൾ എന്താ അറിയോ നിങ്ങളെ 2 പാന്റും അത് വേണമെന്നില്ല അത് പ്രശ്നമൊന്നും നിങ്ങൾ ഇടാതെ എടുക്കുക പുളി അത് പറയുമ്പോ വേഗം പിന്നെ ഞാൻ 2-3 ഷാൾ എടുത്തിട്ട് എനിക്ക് ഷാള് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ നിങ്ങളത് പറയുമ്പോ എന്താണ് അതേമാതിരി എന്തേലും ഇതിൽ മറന്നിക്കണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം നിർബന്ധമായിട്ടുള്ള എന്തേലും ഞങ്ങൾക്ക് ഇത് ഫസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അറിയില്ല അങ്ങനല്ലേ ബാഗ് പാക്കിങ് പറഞ്ഞാല് ഞങ്ങളിങ്ങനെ മുൻകൂട്ടി ആണ്ടൊന്നും പോകാൻ കഴിഞ്ഞിട്ടില്ല ഒക്കെ അപ്പൻ പായലാണ്
എല്ലാം ഒക്കെ എടുത്ത് പിന്നെ ഒക്കെ കൂടുതൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടാ വാങ്ങുക. അവിടുന്ന് ഇങ്ങനെ പറയുമ്പോ ഓരോ സാധനം ഇങ്ങനെ വാങ്ങിക്കൊണ്ടില്ലേ. അങ്ങനെയൊന്നല്ലോ. ഇപ്പൊ ഇംബ്രൂണിനൊക്കെ എന്താ ഗവൺമെന്റിലാവുമ്പോ ആകെ വേണ്ടത് 2 കള്ളിത്തുണിയും വേണം എനിക്ക്, പിന്നെ വൈറ്റ് ഷർട്ടും വേണം, തോർത്തുമുണ്ടോ. അല്ലാതെ നമ്മള് ബേബിക്കായിട്ട് ഒന്നും വാങ്ങിയിട്ടില്ലേ. ഡെലിവറി കഴിഞ്ഞു എന്ന് അറിയുമ്പോ പപ്പ അവിടെ പോയി കണ്ട് കടയിൽ പോയി കണ്ട് ടർക്കി വാങ്ങുക, പിന്നെ മറ്റേ കുപ്പായ ബെഡ് അങ്ങനെയൊന്നല്ല അന്ന്. പിന്നെ കൊറോണക്ക് ശേഷമാണ് എല്ലാവരും വാങ്ങി വാഷ് ചെയ്തൊക്കെ കൊണ്ടുവന്ന്. അപ്പൊ കുറവാണ് നിങ്ങളെ കാണാൻ വെച്ച് 4 കുട്ടികളെ തന്ത ഗൈസ്. 4 കുട്ടികളുടെ തന്ത ഗൈസ്. ബഡ്സ് ഒക്കെ വാങ്ങിക്കണ്. ഉമ്മച്ചിക്കൂടെ പ്രസവേദന വരും കൊടുക്ക. ചായ ഇവിടുന്ന് കുടിച്ചാലോ? എന്തിനാലും ചായ കുടിച്ചാനായിട്ട് അങ്ങോട്ട് പോണേ? എന്താ ഇവിടെ ചായ? ഇവിടെ അല്ലേ ചായ? ചായ ഉണ്ടാക്കട്ടെ. ചായ ഇവിടുന്ന് കുടിച്ചാ പറയുമല്ലോ. എവിടെ പോലെ അവരോട് ഞാൻ പറഞ്ഞോളൂ. ചായ കുടിച്ചാനായിട്ട് നിങ്ങൾ അങ്ങോട്ട് പോവുക. എന്താ ഇവിടെ ചായ അല്ലേ? സിൽ അങ്ങോട്ട് നോക്ക്. എവിടെക്കാൻ്റെ മെച്ചിപ്പച്ചും പോയത്? മലപ്പുറത്തേക്കോ? നിങ്ങളെല്ലാം പറ്റിച്ചല്ലേ എത്തിച്ചിട്ടുണ്ടല്ലേ അവര്? മലപ്പം പോണ ഇഷ്ടല്ല? കുട്ടികള് കണ്ടേ ഓല് എങ്ങോട്ട് പോയാലും ഓല് ഓലപ്പം പോവില്ല. ഇല്ല, ഇപ്പൊ കുറച്ച് ദിവസമായിട്ടല്ലേ ചെറിയ കുട്ടി ഉണ്ടായതുകൊണ്ടല്ലേ. ഉമ്മച്ചിക്ക് നിങ്ങളെ നോക്കാൻ പറ്റും. ഉമ്മച്ചിന്റെ പള്ളിയിലില്ലേ? ആ, അതിനും കൊണ്ട് ഉമ്മച്ചിക്ക് നടക്കാൻ പറ്റുക. അപ്പൊ നിങ്ങളെ പിന്നാലെ പായൽ കൂടി നടക്കൂല എഴുതിയിട്ടാണേ. ഓക്കെ, ഇവലെ രണ്ടാളെയും കൊണ്ടുപോകണ്ട ആശുപത്രിക്ക് പോണെന്ന്. അപ്പൊ എനിക്ക് ചെറിയ കുഞ്ഞിനെ കാണണ്ട. അഞ്ച് പോന്നോണ്ടിട്ടാ. അബ്രോ ഇബ്രോ തറവാട്ടിൽ നിന്നോണ്ടി. എന്നിട്ട് ഞാൻ വരണ്ട കേട്ടോ പ്രസവിച്ചിട്ട് നിങ്ങളെ കൊണ്ടുവരാന്. അങ്ങനെ ചെയ്യല്ലേ? അബ്രു പോന്നോട്ടെ. അബ്രു അവിടെ നിന്നാ കച്ചറായിരുന്നു. ഓനെ ഉമ്മാന്റെ ഫോണിന് കച്ചറേക്കാരോ. പിന്നെ ചിഞ്ചു ഒറ്റക്കാണ്, ഉമ്മയും കൂടി ഇല്ലാത്തതാണ്. വേണ്ടാന്നൊക്കെ പറയൂ. അമ്മേൻ്റെ പിന്നെ ഞാൻ ചെരുപ്പ് എടുത്തുവെച്ചിക്കണ്. എനിക്ക് ഉള്ളിലിടാനുള്ള എൻ്റെ ചെരുപ്പ് കഴുകി എടുത്തുവെച്ചിക്കണ്. പാത്രങ്ങൾ എടുത്തുവെച്ചിക്കണ്. വിം എടുത്തുവെച്ചിക്കണ്. സ്ക്രബ്ബറൊക്കെ ഉള്ള പാത്രം കഴുകാനുള്ള ഒരു ഫ്ലാസ്ക് എടുത്തുവെച്ചിക്കണ്. അത്ര വേദന വരുന്ന ഗൈസ്. അപ്പൊ കുഞ്ഞോളെ വേദന അങ്ങനെ വരാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്ത് നിക്കാട്ടോ. അപ്പൊ ആയിക്കോട്ടോ ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയാന്ന് വെച്ച് കുറവാണ്ട് നിങ്ങളെ നോക്കാൻ മടിയാകുക. 4 കുട്ടികളെ തന്ത. ഞാൻ കണ്ട പ്രായം തോന്നിക്കോ ഗൈസ്? ഇല്ലല്ലോ. ചെറിയൊരു ചെറുപ്പക്കാരന് 4 കുട്ടികളുടെ തന്തയായി എന്ന് പറഞ്ഞപ്പോ എന്തോ ഒരു ഇത് എനിക്ക്. നിങ്ങൾ കമന്റ് ചെയ്യണേ. വേണ്ടിയില്ലെന്നും തോന്നുന്നില്ല. ഒക്കെ നേരത്തെ സെറ്റിൽ ആവുന്നതല്ലേ അല്ലേ? അപ്പൊ ആയിക്കോട്ടോ. എല്ലാവർക്കും റിപ്പബ്ലിക് ആശംസകൾ. ഓക്കെ, റിപ്പബ്ലിക് ഡേ കഴിഞ്ഞിട്ട്. അതെ അതെ അതെ. അപ്പൊ ഞങ്ങളെ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടെ. ഏത് നിമിഷമാണ് പ്രസവത്തിന്റെ വീഡിയോ വരിക അറിയാൻ പറ്റൂല. ഓക്കെ, 28 ദുആ ചെയ്യ്. നല്ല കുട്ടി നോർമൽ ഡെലിവറി ആവാനും കോംപ്ലിക്കേഷൻസ് ഇല്ലാതിരിക്കാനും പെട്ടെന്ന് കഴിയാനും സുഖപ്രസവമൊക്കെ സെറ്റ് ആവാനും പെൺകുട്ടി ആവാനും എല്ലാവരും ദുആ ചെയ്യാം. ഓക്കെ, എന്തൊക്കെയും പ്രായമേ ദുആയും ചെയ്യാം, ആമീനും പറ. കിട്ടിയോ? ഉമ്മ കിട്ടാത്ത സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ കുഞ്ഞോളെ ഉമ്മ അവിടെ നിന്ന് നോക്കുന്നു. ഉമ്മ കിട്ടാത്ത സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ബന്ധപ്പെട്ടാൽ മതി. അവർക്ക് ഞാൻ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഉമ്മ തരുന്നതാണ്. ഓക്കെ ഗൈസ്, ആയിക്കോട്ടെ. കുഞ്ഞോളെ എജ്ജിന് ഞാൻ പറഞ്ഞത് 90 ദിവസം എനിക്ക് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി കാരം.
അപ്പോൾ എനിക്കെന്താ വെച്ചാൽ എൻ്റെ ഒരു ടൈം പാസിന് ഇക്കാരം ഞാൻ ഇവരോടൊക്കെ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് കൊണ്ടിടക്കാം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ. അതെ, അപ്പം ഞാൻ അതിന് കുയിന്തും പോലും കാട്ടരുതേ കേട്ടോ. ഓക്കെ ഓക്കെ ഗൈസ്, കമൻറ്റിലൊരു ഉമ്മ, അൻഷിഫിനൊരു ഉമ്മ. ഓക്കെ തരണേ. അസൂയ മൂക്കട്ടെ. ആ കൊണ്ടല്ലേ. അപ്പൊ ശരി കേട്ടോ, ശരി. അസ്സലാമു അലൈക്കും.